ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു മലയാളം ക്ലാസ്. ഇന്ന് മലയാളത്തിൽ പാഠം 6 ബുദ്ധിമാനായ രാജാവ് എന്ന കഥയാണ് നമ്മൾ പഠിക്കുന്നത്. നമുക്ക് കഥയിലോട്ട് പോവാം അല്ലെ. ഇസ്രായേൽ രാജ്യത്തെ രാജാവായിരുന്നു സോളമൻ. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ രാജാവായിരുന്നു ആര്? സോളമൻ എന്ന് പറയുന്ന രാജാവ്. ഒരു ദിവസം 2 സ്ത്രീകൾ 2 കൈക്കുഞ്ഞുങ്ങളുമായി രാജസന്നിധിയിലെത്തി. ഒരു ദിവസം 2 സ്ത്രീകൾ, അവരുടെ കയ്യിൽ 2 കുഞ്ഞുങ്ങളുണ്ട്. ആ 2 കുഞ്ഞുങ്ങളുമായി അവര് രാജസന്നിധിയിൽ എത്തുകയാണ്. കുഞ്ഞുങ്ങളിൽ ഒന്നിന് ജീവനില്ലായിരുന്നു. ജീവനുള്ള കുഞ്ഞ് തന്റേതാണെന്ന് അവർ പരസ്പരം തർക്കിച്ചു. എന്താ പറയുന്നത്? അതിലെ ഒരു കുഞ്ഞിന് ജീവനില്ല. എന്നാൽ അതിലെ 2 സ്ത്രീകളും പറയുന്നത് ആ ജീവനുള്ള കുഞ്ഞ് എന്റെയാണ്. മറ്റവളും പറയുകയാണ് അത് എന്റെയാണ്. 2 സ്ത്രീകളും എന്താണ് പറയുന്നത്? ഈ ജീവനുള്ള കുഞ്ഞ് എന്റേതാണ് എന്ന് പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു വാൾ കൊണ്ടുവരിക, തർക്കം മൂത്തപ്പോൾ രാജാവ് കൽപ്പിച്ചു. അങ്ങനെ രാജാവ് എന്ത് പറഞ്ഞു? ആരിവിടെ ഒരു വാൾ കൊണ്ടുവരൂ എന്ന് ആജ്ഞാപിക്കുകയുണ്ടായി. തർക്കം ഭയങ്കര രൂക്ഷമായപ്പോഴാണ് അദ്ദേഹം വാൾ കൊണ്ടുവരാനായി പറഞ്ഞത്. സേവകൻ വാൾ കൊണ്ടുവന്നു. അങ്ങനെ എന്ത് ചെയ്തു? സേവകൻ വാൾ കൊണ്ടുവന്നു. അയാളുടെ ഭടൻ എന്തുകൊണ്ടുവരാണ്? വാളുമായി ആ രാജസന്നിധിയിലോട്ടെത്തി. ജീവനുള്ള കുഞ്ഞിനെ 2 പകുത്ത് ഇരുവർക്കും കൊടുക്കുക, രാജാവ് വീണ്ടും കൽപ്പിച്ചു. അങ്ങനെ എന്ത് ചെയ്തു? രാജാവ് വീണ്ടും ഒരു കൽപ്പന ഇറക്കി ആ ഭടനോട്, ഹേയ്, നീ എന്ത് ചെയ്യണം? ഈ ജീവനുള്ള കുഞ്ഞിനെ 2 പകുക്കൂ, എന്നിട്ട് ഒന്ന് ഈ അമ്മയ്ക്കും മറ്റൊന്ന് ആ അമ്മയ്ക്കും നൽകുക എന്ന് ആജ്ഞാപിച്ചു. ഉടനെ ജീവനുള്ള ശിശുവിന്റെ അമ്മ തന്റെ കുഞ്ഞിനെ ഓർത്ത് ഹൃദയം നേരി പറഞ്ഞു. പെട്ടെന്ന് അതിലൊരാളാണല്ലോ യഥാർത്ഥത്തിൽ അമ്മ. ആ യഥാർത്ഥ അമ്മ എന്ത് ചെയ്തു? അവർക്ക് ഭയങ്കര വിഷമം തോന്നി. അവരെന്ത് പറഞ്ഞു? യജമാനനെ, കുട്ടിയെ കൊല്ലരുത്, അവനെ അവൾക്ക് ജീവനോടെ കൊടുത്തുകൊള്ളുക. എന്നാൽ മറ്റവൾ പറഞ്ഞു, കുട്ടിയെ എനിക്കും വേണ്ട, നിനക്കും വേണ്ട, അവരെ വിഭജിക്കുക. എന്ത് പറഞ്ഞു? ആ അമ്മ ആദ്യം പറഞ്ഞത് എന്താണ്? ആ കുഞ്ഞിനെ കൊല്ലരുത്, നിങ്ങൾ എന്ത് ചെയ്യണം? ഈ കുഞ്ഞിനെ ജീവനോടെ തന്നെ അവൾക്ക് കൊടുത്തോളൂ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. എന്നാൽ മറ്റവൾ എന്താണ് പറയുന്നത്? മറ്റേ സ്ത്രീ പറയുകയാണ്, കുട്ടിയെ എനിക്കും വേണ്ട, നിനക്കും വേണ്ട, കുട്ടി നമുക്ക് 2 പേർക്കും വേണ്ട, അതിനെ 2 പകുക്കൂ എന്ന് പറഞ്ഞു. അവനെ 2 പകുക്കാൻ പറഞ്ഞു. അപ്പോൾ രാജാവ് കൽപ്പിച്ചു, ജീവനുള്ള ശിശുവിനെ ആദ്യത്തെ സ്ത്രീക്ക് കൊടുക്കുക, ശിശുവിനെ കൊല്ലേണ്ടതില്ല, അവളാണ് അതിന്റെ അമ്മ. രാജാവിന് എന്ത് മനസ്സിലായി ഇതിൽ നിന്നും? മറ്റേ ആ സ്ത്രീയല്ല, ആദ്യം പറഞ്ഞ സ്ത്രീയാണ് യഥാർത്ഥ അമ്മ. കാരണം അവർക്ക് മാത്രമാണ് മാതൃസ്നേഹമുള്ളത് അല്ലെ. സ്വന്തം കുഞ്ഞിനെ ഒരിക്കലും ഒരു അമ്മ കൊല്ലാൻ പറയില്ല. മറ്റേ സ്ത്രീ എന്താണ് പറഞ്ഞത്? അതിനെ 2 പകുക്കാനാണ് പറഞ്ഞത്. അതുകൊണ്ട് ഈ കുഞ്ഞിനെ കൊല്ലരുത്, ജീവനുള്ള കുഞ്ഞിനെ ഈ അമ്മയ്ക്ക് കൊടുത്തുകൊണ്ട് ആദ്യം സംസാരിച്ച അമ്മയ്ക്ക് കൊടുക്കുക എന്ന് പറഞ്ഞു. ഇസ്രായേൽ ജനം രാജാവിന്റെ വിധി നിർണയം അറിഞ്ഞു. ഈ വിധി നിർണയം ഇസ്രായേലിലെ ജനങ്ങൾ എല്ലാവരും അറിഞ്ഞു. നീതി നടത്തുന്നതിൽ ദൈവിക ജ്ഞാനം രാജാവിനുണ്ടെന്നറിഞ്ഞ് അവർ രാജാവിനോട് ഭയഭക്തിയുള്ളവരായി തീർന്നു. അങ്ങനെ നീതി നടത്തുന്നതിൽ ഇദ്ദേഹത്തിന് വളരെ നല്ല കഴിവുണ്ടെന്ന് മനസ്സിലായ, ദൈവിക ജ്ഞാനമുണ്ടെന്ന് മനസ്സിലായ ജനങ്ങൾ രാജാവിൽ ഭയഭക്തിയുള്ളവരായി മാറുകയാണ് പിന്നീട് ഉണ്ടായത്. ഇതാണ് കഥ.